നമസ്കാരം. എൻ്റെ പേര് സ്മിത കൃഷ്ണകുമാർ. ഞാൻ നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ നടത്തിവരുന്ന മോണ്ടിസറി ട്രെയിനിങ് കോഴ്സിന്റെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മിറാക്കിൾ വർക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും ഹെലൻ കെല്ലറിനെ കുറിച്ചറിയാം. അവർക്ക് ചെറുപ്പം മുതലേ കാഴ്ചശക്തി ഉണ്ടായിരുന്നില്ല, മാത്രമല്ല കേൾവിശക്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സംസാരിക്കാനും സാധിക്കുമായിരുന്നില്ല. 6 വയസ്സുള്ളപ്പോൾ ഹെലന്റെ ജീവിതത്തിലേക്ക് ഒരു മിറാക്കിൾ വർക്കർ കടന്നു വന്നു. അവരായിരുന്നു ഹെലന്റെ ടീച്ചർ ആൻ സലിവൻ. ചെറിയ കുഞ്ഞുങ്ങളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക എന്നുള്ളത് അതത്ര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് കിൻഡർഗാർട്ടൻ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ അറിയാം അതത്ര ശ്രമകരമാണെന്നുള്ളത്. അപ്പൊ പിന്നെ ഹെലൻ കെല്ലറിനെ പോലെ ഇത്രയും ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ എഴുതാനും വായിക്കാനും സംസാരിക്കാനും പഠിപ്പിക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അവിടെയാണ് ഹെലൻ കെല്ലറിന്റെ ടീച്ചർ ആൻ സലിവൻ എന്ന മിറാക്കിൾ വർക്കർ അത് സാധിച്ചെടുത്തത്. ആൻ സലിവൻ ഹെലനെ പഠിപ്പിക്കാനായിട്ട് കുറെ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്തു. അതിലൊന്നായിരുന്നു ലോറ ബ്രിഡ്ജ്മാന്റെ ഫിംഗർ സ്പെല്ലിംഗ് മെത്തേഡ്. കൂടാതെ അവർ ഓരോ ആൽഫബറ്റും ടച്ച് സെൻസ് ഉപയോഗിച്ചിട്ട് ഓരോ ആൽഫബറ്റും ഹെലന്റെ കൈകളിൽ എഴുതിയിട്ടാണ് സ്പെല്ലിങ്സ് പഠിപ്പിച്ചിരുന്നത്. നമുക്കറിയാം ഓരോ വാക്ക് ഉച്ചരിക്കുമ്പോഴും ചില വൈബ്രേഷൻസ് നമ്മുടെ തൊണ്ടയിൽ നിന്നും വായിൽ നിന്നും ചുണ്ടിലും ഒക്കെ ചില വൈബ്രേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഹെലൻ ആനിന്റെ തൊണ്ടയിലും ചുണ്ടിലും ഒക്കെ വിരലുകൾ വെച്ച് ആ വൈബ്രേഷൻസ് തൊട്ടറിഞ്ഞിട്ടാണ് ഓരോ ആൽഫബറ്റും പ്രൊനൗൺസ് ചെയ്യാൻ പഠിച്ചത്. ഈ ടെക്നീക്സും ഈ സ്ട്രാറ്റജീസും ഒക്കെ വളരെ സക്സസ്ഫുൾ ആയി നമുക്ക് പിന്നീട് അറിയാം ഹെലൻ കെല്ലറിന്റെ വളർച്ചയെക്കുറിച്ചും അവരുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ചൊക്കെ. ഇതൊക്കെ ഇത്രയും സക്സസ്ഫുൾ ആവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഈ ടെക്നീക്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് ആൻ സലിവൻ യൂസ് ചെയ്ത മറ്റൊരു ടെക്നീക്കാണ്. അതാണ് ഹെലൻ കെല്ലർ എന്ന 6 വയസ്സുകാരിയുടെ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളത്. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ പിന്നീടുള്ളതെല്ലാം ഈസിയായി. ടീച്ചേഴ്സായ നമ്മളിൽ എത്ര പേർക്ക് കുഞ്ഞുങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്? അതുമല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ അവെയർ ആണോ? എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ് എടുക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് കുഞ്ഞുങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണ്. എന്റെ കൈ പിടിക്കാൻ എന്റെ ടീച്ചർ എന്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ ഞാൻ വീഴുമ്പോൾ എന്നെ എഴുന്നേൽപ്പിക്കാൻ എന്റെ ടീച്ചർ എന്റെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം കുട്ടിക്കുണ്ടെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കാനും കുട്ടി റെഡിയാവും. ആ ഒരു വിശ്വാസം കുഞ്ഞുങ്ങളെ ഉയരങ്ങളിലെത്തിക്കും. എല്ലാ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ ഒരു മിറാക്കിൾ വർക്കർ ആവാൻ എല്ലാ ടീച്ചേഴ്സിനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. നന്ദി, നമസ്കാരം.